ഹലോ, ഞാൻ 2024 ഓഗസ്റ്റ് 14 തീയതിയാണ് മൂൺ ഗോഡസ് ഒരു 699 ഒരു കുർത്തി ഓർഡർ ചെയ്തത്. ഹലോ മാം, ഗുഡ് ഈവനിങ്. ഇത് വിളിക്കുന്നത് മൂൺ ഗോഡസിലെ റിട്ടേൺ സെക്ഷനിൽ നിന്നായിരുന്നേ. ഓക്കെ മാം, ദൃശ്യ ഡി ആണോ? ദൃശ്യ. അതെ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മിസ് ചെയ്തു. കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വേറൊരു ബാക്ക്ഗ്രൗണ്ട് എന്നാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നിങ്ങനെ കുളിച്ച് ഫ്രഷൊക്കെ ആയി വന്ന് രാത്രി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കരുതി എന്തായാലും ഫ്രീ ആയിരിക്കുക, ഒരു 1-2 വീഡിയോസ് അങ്ങ് എടുത്ത് വെക്കാം. പൊതുവേ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഒരു ഉച്ചയാക്കി എടുക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ അപ്ലോഡ് ചെയ്തിടുന്നു. അപ്പം ഇന്നിപ്പോൾ നൈറ്റ് ആണെങ്കിൽ കുറേ സീരീസ് കണ്ടിരിക്കും. ഇന്ന് ഞാൻ സീരീസിനൊക്കെ റെസ്റ്റ് കൊടുത്തിട്ട് ഭയങ്കര റിലാക്സിങ് ആയി എൻ്റെ ഒരു ഫേവറേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് 2 വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പം അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ ആണ്. അതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച്. എൻ്റെ റൂമിലോട്ട് വന്നപ്പോൾ എൻ്റെ കംഫർട്ടബിൾ പ്ലേസിൽ വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പം നമ്മൾ കുശലാന്വേഷണങ്ങൾ കൂടുതലാണ് എന്ന് എൻ്റെ വീഡിയോയിലൊരു കമൻറ്റ് ഞാൻ കാണലുണ്ട്. പക്ഷേ എനിക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് വ്യക്തമായി സംസാരിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വീഡിയോ ചെയ്യുമ്പോഴാണ് ഞാനും ഹാപ്പി ആവുക. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആൻഡ് എൻ്റെ വീഡിയോൻ്റെ താഴെ ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടുകയാണെങ്കിൽ ആ കമൻറ്റിന് മറുപടി കൊടുക്കുക എന്നുള്ളതും എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഓരോ കമൻറ്റും എണ്ണിപ്പെറുക്കി ടൈപ്പ് ചെയ്യുന്നതിലും നല്ലതാണ് കോമൺ ആയി വരുന്ന കമൻറ്റിന് അടുത്തൊരു വീഡിയോ കൂടെ റിപ്ലൈ കൊടുക്കുക. അതുകൊണ്ടാണ് വീഡിയോ ചിലപ്പോൾ മേ ബി ലാഗായി ഫീൽ ചെയ്യുന്നത്. എല്ലാവരും എക്സ്ക്യൂസ് ചെയ്യുക. എൻ്റെ മാക്സിമം ഞാൻ ഈ വീഡിയോൻ്റെ ലാഗ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വിഷയം ഏതാണെന്നുള്ളത് ഫ്രം ദ തംബ്നെയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഉടനെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയം തന്നെ ആ കോണ്ടൻറ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇന്ന് നൈറ്റ് ഇരുന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് മൂൺ ഗോഡസ് അല്ലേ? മൂൺ ഗോഡസ് കൗച്ചറിനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ, നിങ്ങളൊരു ഡ്രസ് അഡിക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മൂൺ ഗോഡസ് കൗച്ചറിനെ കുറിച്ച് അറിയും. എനിക്ക് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉള്ള ഒരു സാധനം എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി പറയും ഡ്രസ്സാണ്. എനിക്ക് എത്ര പർച്ചേസ് ചെയ്താലും മതിയാവില്ല. ഞാൻ എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യും. എൻ്റെ ഡ്രസ് പർച്ചേസിങ് ഭയങ്കര ഓവറാന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് സ്റ്റിൽ എനിക്ക് ചീത്ത കേട്ടുകൊണ്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഓഫ്ലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടാൽ ഞാൻ പർച്ചേസ് ചെയ്യും. ഒരുവിധം ഇൻസ്റ്റഗ്രാം റീൽസിന് താഴെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അമിയ ഡീസഡിൻ്റെ വക ലിങ്ക് എന്നുള്ള കമൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നല്ല ഡ്രസ്സിൻ്റെ താഴെ. അത് പിന്നെ നോക്കി റിവ്യൂ നോക്കി പർച്ചേസ് ചെയ്യലുണ്ട്. അതുകൊണ്ട് തന്നെ മൂൺ ഗോഡസ് കൗച്ചറിനെ കുറിച്ചിട്ട് ഈവൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ എനിക്കറിയാം. കാരണം അടിപൊളി ഡ്രസ്സസ്, സൂപ്പർ അഫോർഡബിൾ. നമ്മളെ പെൺകുട്ടികളുടെ, എനിക്കറിയില്ല, പെൺകുട്ടികളെ ഞാൻ ജനറലൈസ് ചെയ്യുന്നു പറഞ്ഞില്ല, കാരണം അങ്ങനത്തെ അല്ലാത്ത ടീമുണ്ടെങ്കിൽ അത് വലിയ വിഷയം. എനിക്ക് പേഴ്സണലി ഭയങ്കര വില കൂടിയ ഡ്രസ്സ് വാങ്ങുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു നോർമൽ റേറ്റിൻ്റെ ഡ്രസ്സ് മതി. പക്ഷേ എനിക്ക് കുറേ ഡ്രസ്സ് വാങ്ങാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5000-ൻ്റെ ഒരു ഡ്രസ്സ് വാങ്ങുന്നതിനേക്കാളും 1000 റുപ്പീസിൻ്റെ ഒരു 5 ഡ്രസ്സ് വാങ്ങാനാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക. അപ്പം അഫോർഡബിലിറ്റി എന്നെ എപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മൂൺ ഗോഡസ് കൗച്ചർ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ നമ്മൾ അട്രാക്റ്റഡ് ആവും. കാരണം അതിൽ ഓരോ ഡ്രസ്സുകളും അതിൻ്റെ ഡിസൈനും രീതിയും അതിൻ്റെ പ്രൈസും 499, 399, പിന്നെന്താണ് 699, 799. ഈ അടുത്ത് അവരുടെ ബ്ലൗസുകളെല്ലാം 50 രൂപയ്ക്ക്, റണ്ണിങ് മെറ്റീരിയൽ എല്ലാം 45 രൂപയ്ക്ക് ഇങ്ങനെയൊക്കെ വിൽക്കുന്നുണ്ടോ അങ്ങനെ. പക്ഷേ ഇന്നേ വരെ ഞാൻ അതിൽ നിന്ന് വാങ്ങിയിട്ടില്ല. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് നന്നായിട്ട് റെഫർ ചെയ്ത സമയത്ത് മെയിനായിട്ട് കണ്ട 2 കംപ്ലയിൻറ്റ്. ആദ്യത്തെ കംപ്ലയിൻറ്റ് കളറിൽ വ്യത്യാസമുണ്ട്. നമ്മൾ അതിൽ കാണുന്ന ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ്, ആ വയലറ്റ് ഷെയ്ഡല്ല, കുറച്ചും കൂടെ ഡിം ആയിട്ടുണ്ട് എന്നൊരു സാധനം ഞാൻ കണ്ടു. അത് ഓഫ് കോഴ്സ് നമുക്കറിയാം, ഈ ലൈറ്റും എഡിറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് കളർ ഇച്ചിരി ബൂസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ ഒരു സാധനം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവർ കാണിക്കുന്ന അത്ര ക്വാളിറ്റി ഡ്രസ്സിനില്ല. എന്ന് വെച്ചാൽ ആ പെർട്ടിക്കുലർ ആളുടെ ഓണർ ഇട്ട് ആ വസ്ത്രം കാണിക്കുന്ന ആ ഒരു ലുക്കൊന്നും വരുന്ന തുണിക്കില്ല. സൈസിലും അളവിലൊക്കെ വ്യത്യാസമുണ്ട്. മൂന്നാമത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇതിൻ്റെ ഡെലിവറി ഭയങ്കര ലേറ്റാണ്.
എത്രയൊക്കെ വൈകിക്കാൻ പറ്റുമോ അത്രത്തോളം വൈകിച്ചിട്ടാണ്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് 1 വർഷമൊക്കെയാണ് ഒരു 699 ഒരു ടോപ്പിന് വേണ്ടി പലരും കാത്തിക്കുന്നത്. എന്നെ കൊണ്ട് അത് പറ്റൂല. ഞാനൊരു ഡ്രസ്സ് ഓർഡർ ചെയ്താൽ എനിക്ക് പെട്ടെന്ന് കിട്ടണം. ഞാൻ ഈ ഓഫ്ലൈൻ പ്രിഫർ ചെയ്യാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടാൽ നേരെ കയറുക, കടയിൽ നിന്ന് വാങ്ങുക, തിരിച്ച് വരിക, ആ ഒരു മൈൻഡാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് വാങ്ങലില്ല. എന്നാലും ഇതിൻ്റെ കളക്ഷൻസ്, മോഡൽ, സ്റ്റൈലിംഗ്, ഡ്രസ്സിൻ്റെ പാറ്റേൺസ്, നെക്ക് പാറ്റേൺസ് ഒക്കെ ഞാൻ നോക്കലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നും കോൺട്രവേഴ്സീസ് ആണ്. മൂൺ ഗോഡസ് കൗച്ചറിൻ്റെ ഒരു വീഡിയോ ഒരാൾ ഇട്ടാൽ ഡെഫിനറ്റ്ലി അത് റീച്ചാണ്. അതിലൊക്കെ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. പ്രൊഡക്റ്റ് സെൻഡ് ചെയ്തു, 1 വർഷമായിട്ടും പ്രൊഡക്റ്റ് കിട്ടിയില്ല. ഡെലിവറി ടീമുകാർക്ക് മെസ്സേജ് അയച്ചു, അവരുടെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് റെസ്പോൺസ് ഇല്ല. ഇതാണ് എന്നുള്ളൊരു വിഷയം. അതിന് അവർ വന്ന് റിപ്ലൈ പറയും, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ 90 വർക്കിംഗ് ഡേയ്സ് ആണ്, അതിന് പറ്റുന്നവർ മാത്രം വാങ്ങിയാൽ മതി, ഞങ്ങളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്, അതിന് അതിൻ്റെതായ ടൈം എടുക്കും, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ആലോചിച്ചിരുന്നു, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, എല്ലാവർക്കും ഇതൊരു പരാതി എന്നൊരു ഡിസിഷൻ അവരെന്തായാലും മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ എന്താ ഇതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ആലോചിച്ച സമയത്താണ് ഇന്ന് ഞാൻ അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ ചാനലിൽ ഒരു വീഡിയോ കാണാനിടയാവുകയും ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ മൂൺ ഗോഡസിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിയിട്ടുള്ള വ്യക്തി അനുഭവിച്ച ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും അതിൻ്റെ ഭാഗമായിട്ട് അവർ കേസ് കൊടുത്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോ ഞാൻ ഇടുന്നതിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യും, മൂൺ ഗോഡസ് കൗച്ചറിൽ നിന്ന് നിങ്ങൾ വാങ്ങരുത്. ഇനി വാങ്ങുകയാണെങ്കിൽ തന്നെ 1-2 കൊല്ലം വെയിറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ തന്നെ വാങ്ങും. ഈ 1-2 കൊല്ലം വെയിറ്റ് ചെയ്യുന്ന സമയം ചിലപ്പോൾ കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഇവർ ഈ പറഞ്ഞ ബേസിസിലാണെങ്കിൽ എന്തായാലും കുറേ കാലം വെയിറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ വാങ്ങും. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് ബൊട്ടിക്സ്, ഒരുപാട് ഷോപ്സ്, H&M, സ്റ്റുഡിയോ, അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. ഒരുപാട് ഷോപ്പുകളാണ്. നമുക്ക് വേണ്ടത്, നമുക്ക് മെറ്റീരിയൽ എടുത്ത്, പരാഗൊക്കെ പോലെ ഷോപ്പ് ഉണ്ടെങ്കിൽ വേണ്ടത് മെറ്റീരിയൽ എടുത്ത് ഡിസൈൻ ചെയ്ത് തുന്നിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പം ഇങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇനി വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വാങ്ങും. വാങ്ങിയിട്ട് പണി കിട്ടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചേച്ചി ചെയ്ത പോലെ കാര്യങ്ങൾ ചെയ്താൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വസ്ത്രം നേരത്തെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10,000 രൂപ ഫൈനും കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ആ ചേച്ചി ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന ഓഡിയോയിലോട്ട് പോകാം. 2024 ഓഗസ്റ്റ് 14 തീയതിയാണ് മൂൺ ഗോഡസ് ഒരു 699 ഒരു കുർത്തി ഓർഡർ ചെയ്തത്. അതിൽ ടോട്ടൽ 699 അതിൻ്റെ പ്രൈസും അതിൻ്റെ കൂടെ അതിൻ്റെ GST, ഷിപ്പിംഗ് ചാർജ്, അങ്ങനെ എല്ലാം കൂടെ 807 ഞാൻ പേ ചെയ്തായിരുന്നു. അതിനകത്ത് അവർ നോർമൽ പറയുന്ന പോലെ 90 വർക്കിംഗ് ഡേയ്സ് ആണ്. അത് നോക്കിയിട്ട് തന്നെയാണ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തത്. അതിനുശേഷം ഞാൻ 90 വർക്കിംഗ് ഡേയ്സ് അല്ല, 6 മന്ത്സ് വരെ ഞാൻ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇവരുടെ ലേറ്റ് ആവും എന്നുള്ള ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവർ പ്രോഡക്റ്റേ മുക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു 6 മന്ത് വരെ ഓക്കെ നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തത്. 6 മന്തിൽ ആയിട്ടും അവരുടെ നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. ഞാനപ്പോൾ അവരുടെ സൈറ്റിൽ കയറിയിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് മെസ്സേജ് അയച്ചു. ഇതിന് രണ്ടിനും അവരുടെ നോർമൽ ഫോർവേഡ് മെസ്സേജുകളാണ്, അവരുടെ ഷിപ്പിംഗ് പോളിസിയും അവരുടെ പോളിസികളൊക്കെ ഉള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന നോർമൽ ആയിട്ടുള്ള അവരുടെ ഫോർവേഡ് മെസ്സേജാണ് വന്നത്. വേറൊരു റിപ്ലൈയും എനിക്ക് ഇതിന് രണ്ടിനും, മെയിലിലും കിട്ടിയില്ല, വാട്സപ്പിൽ, ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജിലും കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ അതും കഴിഞ്ഞ് ഒരു ജാനുവരിയിലാണ് പിന്നീട് ഞാൻ ഇവരുടെ ഒരു റീലിൻ്റെ താഴെ ആരോ ഇതേപോലെ പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും കമൻറ്റ് ചെയ്തത് എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇവർ ഉടനെ കമൻറ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം അവരെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. ഞങ്ങളുടെ മാനുഫാക്ചേഴ്സ് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ കഴിഞ്ഞ് കൊണ്ടുവന്ന് തരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അതെപ്പോൾ തരാൻ പറയാൻ പറ്റുള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരു ടൈം പീരീഡ് ഒന്നുമില്ല. ഞങ്ങൾക്ക് എപ്പോൾ കിട്ടുന്നോ പ്രോഡക്റ്റ് അപ്പം ഞാൻ നിങ്ങൾക്ക് തരും എന്നുള്ള രീതിയിൽ, വളരെ ഒരു കൺസ്യൂമേഴ്സിനോട് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ, നമ്മളൊരുമാതിരി നമ്മൾ അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് അവിടെ നിന്നുള്ള റെസ്പോൺസ് ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് നിങ്ങളൊരു ടൈം പറയൂ, ഏത് സമയത്തിനുള്ളിൽ ആ പ്രോഡക്റ്റ് കിട്ടും എന്നുള്ളത് പറയൂ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അവർക്കത് പറയാൻ പറ്റില്ല, എപ്പോൾ തരുന്നു, അവർക്ക് തോന്നുന്ന സമയത്ത് അവർ തരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഞാൻ കേസുമായിട്ട് പോകും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ കേസുമായിട്ട് പൊക്കോളൂ, നമുക്കൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ഓൺലൈനായിട്ട് കൺസ്യൂമർ കോടതിയിൽ പരാതി രജിസ്റ്റർ ചെയ്തത്. പരാതി രജിസ്റ്റർ ചെയ്തതിന് ശേഷം 1 വർഷത്തോളം അതിൻ്റെ ഹിയറിങ്ങും കാര്യങ്ങളും ഒക്കെയായി. മെയ് 15 തീയതിയാണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നത്. ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് നമുക്ക് 807 രൂപയാണ് ഞാൻ ആ പ്രോഡക്റ്റിന് ചിലവാക്കിയത്. അതിന് ഇത്ര നാളത്തെ പലിശയും എൻ്റെ കോടതി ചിലവും എല്ലാം കൂടെ എനിക്ക് 10,000 രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്. നമുക്ക് കസ്റ്റമേഴ്സിനോട് വളരെ, എനിക്ക് പ്രത്യേകിച്ച് ഞാൻ കേസിനായിട്ട് പോകാനുള്ളൊരു കാര്യം,
നമ്മൾ പൈസ കൊടുത്ത് ഓർഡർ ചെയ്യുന്ന ഒരു സാധനം, അത് 100 രൂപയുടെ ആയിക്കോട്ടെ, 1000 രൂപയുടെ 10,000 രൂപയുടെ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്ട്, നമ്മൾ അവരുടെ നിന്ന് പൈസ മേടിച്ചു എന്നിട്ട് നമ്മൾ അവരെ പറ്റിച്ചു എന്നുള്ള ഭാവത്തിൽ നിന്ന് അവരുടെ ഒരു റെസ്പോൺസ് ആണ് എനിക്ക് കോടതിയിൽ പോകണം, കേസ് ഫയൽ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള മെയിൻ റീസൺ അതായിരുന്നു. അവരുടെ ഒരു കസ്റ്റമേഴ്സിനുള്ളിൽ റൗഡ് ബിഹേവിയർ, അതൊരിക്കലും നമുക്ക് അങ്ങനെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് പോയത്. ഇത്രയും ഒരു വർഷത്തോളം എടുത്തു കോടതിയിൽ അതിൻ്റെ പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞ് ജഡ്ജ്മെൻ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ഓഡിയോ. ഈ ഓഡിയോയിൽ പറഞ്ഞ എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യേണ്ട മെയിൻ പോയിന്റ്സ് ഒക്കെ ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ തല താഴോട്ട് പോകും. 2026 ഇന്ന് 30-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ കാണാൻ പോകുന്നത് ജൂലൈ 31-ാം തീയതി. 2024 ഓഗസ്റ്റ് 14-ാം തീയതിയാണ് ഈ പർട്ടിക്കുലർ വ്യക്തി ഈ ഒരു പേജിൽ നിന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത്. 2026-നാണ് ഇങ്ങനെ ഇതിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനവും അതും ഇതൊക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബറിനെ അതുൽ വ്ളോഗ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇനി അവർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, അല്ലെ ഇനി 7 മാസമാണെങ്കിലും 8 മാസമാണെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് കാത്തു നിൽക്കുന്നത് 2 വർഷം. ഓക്കെ, ഇനി അടുത്ത ഇതിൽ സർപ്രൈസിങ് ആയ ഫാക്ടർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 699 രൂപ ഈ ടോപ്പിന് എന്നുള്ളൊരു സാധനമാണ് ഇവർ കാണിക്കുക. അതിൻ്റെ ഷിപ്പിംഗ് ചാർജ്, GST, അത് കവറ്, പാക്കേജ് എല്ലാം കൂടെ വരുന്ന സമയം 807 രൂപയാവുന്നുണ്ട്. എന്ന് വെച്ചാൽ 699, 700 രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ 109 രൂപ നിങ്ങൾ എക്സ്ട്രാ അടയ്ക്കണം. ഇപ്പോൾ 599 പ്രൊഡക്റ്റാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു പേ മോർ ദാൻ 700 ആൻഡ് സംതിങ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ഇത് എല്ലാ പ്രൊഡക്റ്റിനും ഉള്ളതായിരിക്കാം, പക്ഷേ എനിക്കറിയില്ല. ഞാൻ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് പ്രൊഡക്റ്റ് 450 രൂപയാണെങ്കിൽ ഡെലിവറി ചാർജ് ഒരു 50 രൂപയും കൂടി ഉണ്ടാവും. 500 രൂപയ്ക്ക് പരിപാടി കഴിഞ്ഞു. ഇവിടെ 100 സംതിങ് രൂപയാണ് കൂടുന്നത്. അതിന് അവർക്ക് അവരുടേതായ GST, ST, VT ഒക്കെ ഉണ്ടാവും. അതിലോട്ട് പോകുന്നില്ല. പക്ഷേ ജനങ്ങളുടെ ശ്രദ്ധയിലോട്ട് പറയാം, നിങ്ങൾ ആ കാണുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ഈ കാർട്ടിലോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പൈസ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തൊരു സാധനം ഇവർ പറയുന്നു 6 മാസം വെയിറ്റ് ചെയ്തു. 90 വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ 6 മാസം ധാരാളമാണ്. ഇവരുടെ ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു പാക്കേജിലോ അല്ലെങ്കിൽ ഇതാക്കുന്ന സാധനത്തിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് 90 ഡേയ്സ് എന്നാണ്. ഈ 90 ഡേയ്സ് ഈ 6 മാസത്തെ തീരില്ലേ? അല്ല വേണ്ടടാ, 1 വർഷം. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുക, 1 വർഷമൊക്കെ ഒരു ഡ്രസ്സിന് വേണ്ടി കാത്തു നിൽക്കുന്നത് നിങ്ങളുടെ ഒരു മനസ്സ്. മേ ബി അവർക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും ഇവർ കാത്തു നിന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഈ 1 വർഷമൊന്നും കാത്തു നിൽക്കാൻ വയ്യ. പെട്ടെന്ന് കിട്ടുന്ന വല്ല പ്രൊഡക്റ്റിൻ്റെ ലിങ്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ എനിക്ക് ഷെയർ ചെയ്യും. ഡെഫിനറ്റ്ലി ഞാൻ ഓർഡർ ചെയ്യും, കിട്ടും. ഞാൻ അതിൻ്റെ ജെന്യുവിൻ റിവ്യൂ നിങ്ങളടുത്ത് പുറത്ത് കാണിക്കുകയും ചെയ്യും. അപ്പം ഇത്രയും കാത്തു നിൽക്കുക. ആൻഡ് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ പ്രൊഡക്റ്റ് മുക്കി, ദാറ്റ് മീൻസ് 6 മാസം 7 മാസം കാത്തു നിന്നിട്ട് വരെ ഇവർ പേയ്മെൻറ്റ് അടിച്ചിട്ട് ഇവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ടില്ല അതിനർത്ഥം എന്താ? അവരുടെ പൈസ എടുത്തിട്ട് ഇവരെ മുക്കിയെന്ന് തന്നെയാണ് നമ്മൾ അങ്ങനെയാണ് പറയും. നമ്മൾ വാങ്ങുന്ന വ്യക്തികൾ ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ് പറയാം. നമ്മളൊരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി പൈസ ചിലവാക്കുന്നു, നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നില്ലേ, നമ്മളെന്താ പറയുക? നിങ്ങൾ പൈസ വെച്ച് മുക്കി, അതിനിപ്പോൾ തെറ്റുണ്ടോ? ആൻഡ് ഇവർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. ആൻഡ് ഈ കംപ്ലയിൻറ്റ് രജിസ്ട്രേഷൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പറയാനുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കമൻറ്റ് സെക്ഷൻ ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ റാൻഡംലി ഇവരുടെ ഈ വീഡിയോ വരുന്ന സമയത്ത് ഞാനിവിടെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ പണ്ടൊക്കെ അതിൻ്റെ വീഡിയോൻ്റെ താഴെ ഇങ്ങനെ നിരത്തി പിടിച്ചിട്ട് പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആയില്ല, ലേറ്റ് ഡെലിവറി, ഹിന്ദിയിൽ കുറേ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളൊക്കെ എഴുതും. ഇപ്പം നമ്മൾ ഇവരുടെ വീഡിയോ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാലും അങ്ങനത്തെ ഒരു കമൻറ്റും കാണാൻ പറ്റില്ല. കാരണം ഇവർ കമൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നല്ലൊരു കസ്റ്റമറെ ആളെ ഇരുത്തുന്നുണ്ട് എന്നാണ് എനിക്ക് അടുത്തത് തോന്നുന്നത്. പിന്നെ ഇവർക്ക് പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നു മൂൺ ഗോഡസ് ചേച്ചിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, വല്ല ബുദ്ധിയും മെനയുള്ള ആൾക്കാരെ നിങ്ങൾ പണിക്ക് നിർത്താൻ ശ്രമിക്കുക. അതല്ലാത്ത ടീമുകളെയൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ഒരു കടയെ നല്ല സക്സസ്ഫുള്ളി പോകണമെങ്കിൽ അതിന് ഏറ്റവും വലിയ പങ്ക് ചെയ്യുന്നത് ഇവരെ ടേക്ക് കെയർ ചെയ്യാൻ നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ലേഡീനെ കോൺടാക്ട് ചെയ്ത സമയത്ത് അപ്പുറത്തുള്ള എന്ന് വെച്ചാൽ ഈ സൈഡിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഫോൺ എടുത്തൊരു പെൺകുട്ടി പറയും, മാഡം പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആവാൻ കുറച്ച് ലേറ്റായി, മാഡം ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ അവിടെ ഒന്ന് എൻക്വയറി ചെയ്തിട്ട് വളരെ ഫ്യൂ ടൈമിനുള്ളിൽ മാഡത്തിന് പ്രൊഡക്റ്റ് എത്തിച്ച് തരാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വിഷയവും ഉണ്ടാവില്ല, ഓഡിയോ ഉണ്ടാവില്ല, കേസും ഉണ്ടാവില്ല, 10,000 ഉണ്ടാവില്ല, അത് അവിടെ അങ്ങ് തീരും. പക്ഷേ അതിന് പകരം ആണോ എത്തൂല, കമ്പനി ഉണ്ടാക്കണം, ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് എത്തൂ എന്ന് പറയുമ്പോൾ
ആദ്യം നിങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കുറച്ച് വെക്ക്, എന്നിട്ട് നിങ്ങൾ വിൽക്കാൻ നടക്കുക. ഇത് ഒരു തുണി വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കി 499 രൂപ എന്ന് പറഞ്ഞാൽ 10,000 ആൾക്കാർ ഓർഡർ ചെയ്യുമ്പോൾ ഓർഡർ ഫുള്ള് തീരാൻ കാത്തിക്കും. എന്നിട്ടാണ് പിന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി പോകാൻ നിൽക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങളൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു 10,000 എണ്ണം എടുക്കുക. ആ 10,000 എണ്ണം ഇങ്ങനെ കാണിക്കുക. അത് ഈ ഒലിവിയ ഡിസൈൻസ്, ഇവർക്ക് വലിയൊരു കോൺട്രവേഴ്സ് ഉണ്ടായത് ഇവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊരു ചുരിദാർ കാണിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു മാക്സിമം എണ്ണം കാണിക്കും. അപ്പോൾ ഓർഡർ ചെയ്യുമ്പോഴാണ് ഇതുകൊണ്ട് കാര്യമുള്ളൂ. ഓക്കെ. ആൻഡ് ഈ കസ്റ്റമർ വളരെ മോശമായി പെരുമാറിയതോടുകൂടി ഇവർ കൺസ്യൂമർ കോർട്ടിൽ ഒരു കേസ് കൊടുക്കുന്നു. കേസിൻ്റെ ഭാഗമായി 807 രൂപ എങ്ങാനും ചിലവാക്കി അല്ലേ. 807 പ്ലസ് ഈ ഇത്രയും മാസത്തെ പലിശ എലോങ് വിത്ത് കോടതിയുടെ ചിലവെല്ലാം കൂടി 10,000 രൂപയാണ് ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ട മൂൺ ഗോഡസ് കൗച്ചറിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിയ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോയി കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്തോ. നിങ്ങളൊരു 10-20 പേര് ഈ ഓർഡർ ചെയ്ത ആൾക്കാരെല്ലാവരും കൂടെ മാസീവായി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ 10,000 എങ്ങനെ ഫൈന് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഈ അലമ്പ് പരിപാടി ഇവർ നിർത്തും. വളരെ ക്ലിയർ ആയിട്ട് പറയാം. കാരണം മൂൺ ഗോഡസ് കൗച്ചർ എന്ന് പറയുന്ന ഒരു കൗച്ചർ വന്ന ആ സമയം തൊട്ടിട്ട് നെഗറ്റീവ് കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ നെഗറ്റീവാണ് മുഴുവനായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് മെയിനായിട്ട് ഇവരുടെ ലേറ്റ് ഡെലിവറിയായി ബന്ധപ്പെട്ടിട്ടാണ്. ഇത്രയൊക്കെ വിഷയം ഉണ്ടാക്കിയിട്ട് ഇത്രയൊക്കെ കാര്യം ഉണ്ടായിട്ട് ഇവർ ഡെലിവറി നേരത്തെ ആക്കാനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മര്യാദയ്ക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ ഉള്ള പ്രൊഡക്റ്റ് ആൾക്കാരുടെ അടുത്ത് എത്തിക്കാനോ ഒന്നും ഇവർ ഇനീഷ്യേറ്റീവ് എടുക്കില്ല. ഇവർ ഇന്നും റീൽസ് ഇടും, നാളെയും റീൽസ് ഇടും, മറ്റന്നാളും റീൽസ് എടുക്കും. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ആരെങ്കിലും പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസത്തിലധികമായി നിങ്ങൾ ആ പ്രൊഡക്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ 90 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ട് പോയിട്ട് കേസ് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ചെയ്യാം, ഓഫ്ലൈനായിട്ടും ചെയ്യാം. നല്ലൊരു അഡ്വക്കേറ്റിനെ കൺസ്യൂമർ കോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അവർ മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫൈൻ കിട്ടും. ഇങ്ങനെ ഒരു 10-100 ഫൈൻ അങ്ങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പരിപാടി നിർത്തും. അല്ലെങ്കിൽ മര്യാദയ്ക്ക് കുറച്ച് പണിക്കാരെ അവിടെ പണിക്ക് നിർത്തും, അല്ലെങ്കിൽ ഉള്ള പ്രൊഡക്റ്റ് മാത്രമേ ചെയ്യൂ. കാരണം ചില ആൾക്കാരൊക്കെ 699 ആണേ പോട്ടെ എന്ന് പറയും, അല്ലെങ്കിൽ 799 ആണേ പോട്ടെ എന്ന് പറയും, എന്തേലും ആവട്ടെ എന്ന് പറയും. അങ്ങനെ വിട്ട് കളയരുത് നിങ്ങൾ. പൈസ 100 ആണെങ്കിൽ 50 ആണെങ്കിൽ അതിന് വില ഉണ്ട്. ഞാൻ ചില സമയങ്ങളിൽ ഞാനിങ്ങനെ ബസ് പോകുന്ന സമയത്ത് ചിലപ്പോൾ 13 ഉറുപ്പിയായിരിക്കും എൻ്റെ വണ്ടിക്കൂലി, ഞാൻ 15 ആയിരിക്കും കൊടുക്കുക. ചിലപ്പോൾ കണ്ടക്ടർമാർ എനിക്ക് 2 രൂപ തരണമെന്നില്ല. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങാണ്ട് വിട്ടിട്ട് ഞാനിങ്ങനെ ഇറങ്ങി വരും. കാരണം ബാക്കിലായിരിക്കും അയാൾ അവിടെ പോയി പിടിക്കേണ്ട 2 രൂപയല്ലേ കരുതും. അപ്പോൾ എന്നോട് വളരെ സിമ്പിളായിട്ട് എൻ്റെ കൂടെ ഇരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചാണ്, എടി 13 രൂപ നിൻ്റെ വണ്ടിക്കൂലിക്ക് നീ 11 കൊടുത്താൽ ആ കണ്ടക്ടർ വാങ്ങുമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ഒരാൾ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചില്ല, ഇപ്പോൾ കൊടുക്കുന്ന 1 ഉറുപ്പിയാണെങ്കിൽ 2 ഉറുപ്പിയാണെങ്കിൽ അതിൻ്റെ വില ഉണ്ട്. പറയാൻ പറ്റും. ഞാൻ കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ളത് അവരറിഞ്ഞപ്പോൾ എനിക്ക് ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ അവർ ഈ പ്രോഡക്റ്റ് എനിക്ക് അയച്ചു തന്നു. ഞാൻ പോയത് എൻ്റെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം. അപ്പോൾ അവർ അയച്ചു തന്നപ്പോൾ ഞാനത് കൈപ്പറ്റിയില്ല. കാരണം ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ പ്രോഡക്റ്റ് എപ്പോൾ അയച്ചു തരും പറഞ്ഞപ്പോൾ അവർ റെസ്പോൺസ് ഒന്നും ചെയ്തില്ല. കംപ്ലൈന്റ് കൊടുത്തോളാനുമാണ് പറഞ്ഞത്. അപ്പം ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഏത് ടൈപ്പിലുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്ത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആ പ്രോഡക്റ്റ് കൈപ്പറ്റിയില്ല, ഞാൻ തിരിച്ചയക്കുകയാണ് ചെയ്തത്. അങ്ങനെ തിരിച്ചയച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു കോള്, അവിടുത്തെ കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു കോള് വന്നിട്ട് ചോദിച്ചു, എന്താണ് മാഡം പ്രോഡക്റ്റ് നമ്മൾ അയച്ചിട്ട് മാഡം റിട്ടേൺ അടിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ ഇത്രയും കാലം ഓർഡർ ചെയ്തിട്ട് ഇത്രയും കാലവും ഇതുവരെ നിങ്ങൾ പ്രോഡക്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കംപ്ലൈന്റ് കൊടുത്ത ഉടനെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് അയക്കാമെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ ഞാനിപ്പോൾ തയ്യാറല്ല, അതുകൊണ്ട് തിരിച്ചയച്ചു എന്ന് മറുപടിയാണ് ഞാൻ അവരോട് പറഞ്ഞത്. അല്ലാതെ എന്നെ അവർ കോൺടാക്ട് ചെയ്തിട്ടോ ഒന്നുമില്ല, കംപ്ലൈന്റുമായി ബന്ധപ്പെട്ടിട്ടോ അവരെന്നെ അപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ കറക്റ്റ് ടൈമിൽ പ്രൊഡക്റ്റ് അയക്കാൻ അറിയാം. കംപ്ലൈൻറ്റ് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ പ്രൊഡക്റ്റ് അയച്ചു, 6 മാസമായിട്ട് കിട്ടാത്ത പ്രൊഡക്റ്റ് ഒറ്റ കംപ്ലൈൻറ്റിൽ ഒരാഴ്ചക്കുള്ളിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് മൂൺ ഗോഡസ് കൗച്ചറെ കാണിക്കുന്നത്? ആലോചിച്ച് നോക്കി. ഞാൻ ഈ മൂൺ ഗോഡസ് കൗച്ചറിൻ്റെ ലേഡീനെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരു വുമൺ ഓൺടർപ്രനർ എന്ന നിലയിലും ഇത്ര സക്സസ്ഫുൾ ആയിട്ട് ഒരു ബൊട്ടീക്ക് ഈ ലെവലിലോട്ട് എത്തിക്കാൻ പറ്റിയതുകൊണ്ടും ഇത്രയും മാസീവായിട്ടുള്ള സൈബർ സോഷ്യൽ മീഡിയ അറ്റാക്സ് ഉണ്ടായിട്ടും സ്റ്റിൽ ബോൾഡായിട്ട് നിൽക്കുന്നതിനൊക്കെ ഞാൻ ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിനൊക്കെ കൂടെ അംഗീകരിക്കുന്നു. പക്ഷേ ജെനുവൻലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മൂൺ ഗോഡസ് എന്ന് പറയുന്ന ഒരു പേരിട്ടിട്ട് നിങ്ങൾ എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ ബേസിക്കലി ചെയ്യുന്നത്? കാരണം ചിലപ്പം നിങ്ങളുടെ വളരെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നത് കൊണ്ട് വാങ്ങാൻ ആഗ്രഹിച്ചിട്ടായിരിക്കും പല വ്യക്തികളും നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കാണിക്കുന്ന പ്രൊഡക്റ്റ് നമുക്ക് എവിടെ പോയാലും കിട്ടും. ഒരിക്കലും മൂൺ ഗോഡസ് കൗച്ചറിൽ മാത്രമല്ല കിട്ടും, എവിടെ പോയാലും കിട്ടും. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂൺ ഗോഡസ് കൗച്ചറിൽ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിരുന്നു കിട്ടുക. അപ്പോൾ ആർക്കും വാങ്ങാൻ പറ്റും. അങ്ങനെ അഫോർഡബിലിറ്റിയിൽ അത് വാങ്ങാനും അത് ഇടാനും കൊതിക്കുന്ന ആൾക്കാർ വർഷങ്ങളോളം പൈസയും കൊടുത്ത് ഒരു ഡ്രസ്സും കാത്ത് നിൽക്കുക. എന്നിട്ട് അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ ഇല്ല, കസ്റ്റമർ ചൂടാവുക, കമൻ്റ് ഇട്ടാൽ ഡിലീറ്റ് ചെയ്യുക.
എന്തൊരു ഗതികേടാണ്. നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അതിലൊരു നീതി വേണ്ടേ, അതിലൊരു ക്വാളിറ്റി വേണ്ടേ, നമുക്ക് ഇനിയും സർവീസസ് വേണ്ടേ. ഉള്ള ആൾക്കാരെ മുഴുവൻ വെറുപ്പിച്ചിട്ട് എന്താ ചെയ്യാൻ പോന്നെ. ഞാൻ ഇവരും കസ്റ്റമറും തമ്മിലുള്ള ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ അനിത എന്ന് പറയുന്ന ലേഡി ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ ഒറ്റ സാധനം പ്ലേ ചെയ്യാം. നിങ്ങൾ പൈസ കൊടുത്ത് നിർത്തുന്ന തൊഴിലാളികളുടെ ആറ്റിറ്റ്യൂഡ്. ഹലോ മാം, ഗുഡ് ഈവനിങ്. ഇത് വിളിക്കുന്നത് മൂൺ ഗോഡസിലെ റിട്ടേൺ സെക്ഷനിൽ നിന്നായിരുന്നേ. ഓക്കെ മാം, ദൃശ്യ ഡി ആണോ? ദൃശ്യ. അതെ. ഒരു ഓഗസ്റ്റ് 16 627750 എന്ന് പറയുന്ന ഒരു ഓർഡർ നമ്പർ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ റിട്ടേൺ സെക്ഷനിലേക്ക് അത് റിട്ടേൺ വന്നിട്ടുണ്ട്. ഇന്നാണ് റിട്ടേൺ വന്നേക്കുന്നത്. അപ്പൊ അത് എന്താണ് എന്റെ എൻക്വയറി എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ സാധനം ഞാൻ എന്ന് ഓർഡർ ചെയ്തതാന്ന് പറഞ്ഞേ? ഓഗസ്റ്റ് 16 2024. ഇപ്പൊ മാസം എത്രയായി? ഇതിപ്പോ ജൂണ്. എത്ര മാസമായി? അത് മാമിന് അറിയാലോ, കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടൂലേ എത്ര നാളെ? നിങ്ങൾ പറ, നിങ്ങൾ എത്ര മാസമായി ഇപ്പൊ ഈ സാധനം? ഇതിപ്പോ നമ്മള് റിട്ടേൺ സെക്ഷനിൽ നിന്ന് വിളിക്കുന്നത് മാം. നിങ്ങൾ ഏതെന്ന് വിളിച്ചാലും എനിക്ക് അറിഞ്ഞൂടാ. ചോദിക്കാനാ വിളിച്ചേ. നിങ്ങൾ ഏത് സെക്ഷനിൽ നിന്നായാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാന് നിങ്ങളെ പല പ്രാവശ്യം ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എന്ത് മറുപടിയാ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മെയ് ലാസ്റ്റിന് കൺസ്യൂമർ കോടതിയിൽ കംപ്ലൈന്റും പോയിട്ടുണ്ട്. ആ കംപ്ലൈന്റ് നിങ്ങൾക്ക് എത്തിയ ഉടനെ നിങ്ങൾക്ക് ആ സാധനം ഇവിടെ അയക്കണമെങ്കിൽ എനിക്കത് വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് അയക്കാനല്ല ഞാൻ എന്റെ കാശ് അവിടെ തന്നിട്ടുള്ളത്. ഞാൻ ലീഗലി അതിന്റെ വഴിക്ക് ആ കാര്യങ്ങൾ പോയിക്കോളും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് വാങ്ങിക്കാതിരുന്നത്. ശരി. ഈ ലേഡിയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് രണ്ട് കാര്യത്തിലാണ് നടക്കുക. ഒന്ന്, ഇവരുടെ ബോസ് എന്ന് വെച്ചാൽ ഇവരുടെ ആരാണോ ഗൈഡ് ചെയ്യുന്ന അവർ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആറ്റിറ്റ്യൂഡിൽ നല്ല പുച്ഛത്തോടു കൂടി അങ്ങ് സംസാരിച്ചോ എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്നെ ഇതൊന്നും ബാധിക്കില്ല, ഇത് നമ്മുടെ ബോസിൻ്റെ പ്രശ്നമാണ്, ബോസ് അനുഭവിച്ചോട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അല്ലെങ്കിൽ ഒരു ദിവസം ഇങ്ങനത്തെ 10,000 കസ്റ്റമേഴ്സിനെ ഇവർ ഡീൽ ചെയ്യുന്നുണ്ടാവും. കാരണം നമ്മളും ഇങ്ങനെ എൻക്വയറീസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പം റിസപ്ഷനിസ്റ്റ് അല്ലാണ്ട് ചിലപ്പോൾ ചില ക്ലയൻസിൻ്റെ വീട്ടുകാർ പറയും ഞങ്ങൾക്ക് കൗൺസിലറോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്ന കേസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുക. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവരാണ് നമ്മുടെ കസ്റ്റമേഴ്സ്. അവർ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് അവർക്ക് വേണ്ട സർവീസസ് കാര്യങ്ങൾ എടുത്ത് അവിടെ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഈവൻ വർക്ക് ചെയ്യുന്ന അവിടെ എനിക്കോ അല്ലെങ്കിൽ സ്ഥാപനം റൺ ചെയ്യുന്ന ഒരാൾക്കോ അവിടെ സാലറി കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ഈ പെണ്ണിന് അവിടെ സാലറി കിട്ടണമെങ്കിൽ ആ തുണി വിറ്റ് പോയിട്ട് 4 ആൾ വാങ്ങണം. അപ്പോൾ വാങ്ങുന്ന ആൾക്കാർ തന്നെയാണ്. കസ്റ്റമർ ഈസ് ഓൾവേസ് എ കിങ്. അവർക്ക് ഇത്ര റെസ്പെക്റ്റ് ഇല്ലാണ്ട് ഇവർ ബിഹേവ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ് അനിത. ലൈക്ക് ഇഫ് യു കാണ്ട്, ഇവിടെ ഈ പെർട്ടിക്കുലർ പുള്ളിക്കാരി പറഞ്ഞതിന് ഒരു തെറ്റുമില്ല. അവർ 807 ഉറുപ്പ്യ കൊടുത്തിട്ട് 7, 8, 9 മാസമായി ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് കാത്തുകൊണ്ട് നിൽക്കുന്നത്. ഇതുവരെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അയക്കാൻ അറിയില്ല. എന്നിട്ട് കേസ് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത് ഇവരായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഞാനാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭാഷയിൽ അങ്ങ് പറഞ്ഞേനെ. ഇങ്ങനത്തെ കുറേ വിവരമില്ലാത്ത കുറേ ടീമുകൾ നേരെ ഇങ്ങനത്തെ കസ്റ്റമർ സർവീസ് പണിക്കിരിക്കും. അപ്പോൾ ഇതല്ല, ഇതിനപ്പുറം ഇവിടെ കാണേണ്ടി വരും. ഈ മൂൺ ഗോഡസ് കൗച്ചറിനെ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. അവരുടെ വീഡിയോസ് അത്യാവശ്യം വൈറലായിരുന്നു. ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. Finally, the quality product is here from Moon Goddess Coucher. So, as you can see, this is my stuff. It doesn't fit me. It's way loose. You know, I have the zip on, and if you look at the bottom, it's 2 out of 10. Okay, I can get in, but I can sit on because I'm gonna crack the bottom. But another one I have ordered the same size, but again, it's way too big. I'm not putting it on, but you can see the sleeves. Even on top of this, you can see all that space. It's way too big. And the bottom, let me show you. It wouldn't get through. These are the same size. Okay, you can see it wouldn't get anywhere. Your policy and procedure says 75 business days, whatever the case is. February 24th, March 24th, April 24th, May 24th, June 24th, July 12th. So that's about 4.5 months, okay? I paid whatever I paid. Let's say, for example, 3,000 rupees, right? You had it in your pocket for 4.5 months, okay? I'm not the only one that ordered from you guys, okay? There might be another 30 people, 100 people, so you can multiply the money. And you kept saying every time, I was so decent on your comments, and every time I ask about my product, this was my question. This is my order number, and this is the date that I ordered. What is the status? You kept copying and pasting your policies. Another concern that I have is the second time I ask the question, you delete the comment.
You only put the comments that are appreciating ones or saying that, oh, where can we order? All the comments stayed. But anytime anybody was there with a query, you deleted those comments. Okay, this is not customer service. I mean, you are taking their money, but you're not doing what you're supposed to do. You might have 2.5 or whatever million followers on Instagram, but as I said, I was there in India from June 8th through July 8th. Okay, did I get the stuff? No. So I had to ask someone else to bring this crap to the United States, and now I have to find another person to alter this. And anytime we ask any questions, you kept saying, oh, it's all about quality products. You don't reply to Insta messages. You have 3 numbers on your website, and I tried all the 3 numbers. Either they don't pick up the call, or they say this number doesn't exist. Is this your customer service? Maybe you need to put more people there to deal with your, technical stuff and get your things together. All the customers, the future customers, just be aware. Whatever you see on her Insta, she's flipping around, she's doing all that moves. Oh, don't go for it. This is what you're gonna get. ഇത് പണ്ട് വൈറലായിട്ടുള്ള ഒരു വീഡിയോയാണ്. എനിക്ക് തോന്നുന്നു ഇവർ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും മൂൺ ഗോഡസിനെ കുറിച്ചിട്ട് ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് 2026 ഓഗസ്റ്റ് 15 2026 ജൂലൈ 31 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇതേ വിഷയത്തെക്കുറിച്ച് 2022 ഈ പെർട്ടിക്കുലർ വുമൺ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടതിൽ മനസ്സിലായിട്ടുണ്ടാവും. തരുന്ന ഡ്രസ്സ് ഫിറ്റിങ്ങിലല്ല, അവർ കൊടുത്ത സൈസല്ല, ഫുള്ള് ലൂസാണ്. ഇനി അത് തുന്നിക്കാൻ അടുത്ത ആളെ കിട്ടണം. പാൻറ്റ് പകുതി മുക്കാലും അവർക്ക് കയറുന്നില്ല. അവർ മാസങ്ങളോളം അവരുടെ ഔട്ട്ഫിറ്റിന് വേണ്ടി കാത്തിരുന്നു. 3 നമ്പറിലോട്ട് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും റെസ്പോൺസ് ഇല്ല. കമൻറ്റ് ഇടുമ്പോൾ ഡിലീറ്റ് ചെയ്യുക. ഇതേ സാധനങ്ങൾ തന്നെയാണ് ഈ 2026 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും നെഗറ്റിവിറ്റി വന്നിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറിനെ, ഇത്രയും ഇഷ്യൂസ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറിനെ വളർത്തുന്നത് ആരാണ്? നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ തന്നെയാണ്. സോ ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ, ദയവ് ചെയ്ത് നിങ്ങൾ കാലങ്ങളോളം കാത്തു നിൽക്കാൻ റെഡി ആണെങ്കിൽ മാത്രം അവിടുന്ന് ഓർഡർ ചെയ്യും. ഞാൻ വാങ്ങരുത് എന്നൊന്നും പറയില്ല, കാരണം വാങ്ങിക്കോളൂ, ഇഷ്ടമുള്ളവർ വാങ്ങിക്കോളൂ. പക്ഷേ നിങ്ങളങ്ങനെ ഇഷ്ടമുള്ളവർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാലങ്ങളോളം കാത്തു നിൽക്കാൻ റെഡിയാവണം. ചിലപ്പോൾ KKPP പോലെ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, ആ ഒരു അവസ്ഥയാണ്. ഇതിനൊക്കെ റെഡി ആണെങ്കിൽ മാത്രം വാങ്ങുക. ഇല്ലെങ്കിൽ നല്ല നല്ല തുണിക്കടകൾ, നല്ല നല്ല ബുട്ടീക്സുകൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ടീമുകൾ, ജെനുവിൻ ആയിട്ടുള്ള ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള പേജുകളൊക്കെ അവൈലബിൾ ആണ്. സോ ഗൈസ്, ഗോ ആൻഡ് ഫൗണ്ട് ദാറ്റ്. ഇനി ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ സൈഡിൽ കൂടെ വെക്കുന്നുണ്ട്. ആ സ്ക്രീൻഷോട്ടുകൾ ഏകദേശം കണ്ടാൽ നിങ്ങൾക്കൊരു ധാരണ കിട്ടും. ആദ്യത്തെ ഒരു സ്ക്രീൻഷോട്ട് എന്താണെന്ന് വെച്ചാൽ അതിൽ ഇത്രയേ ഉള്ളൂ. അവർ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അപ്പോൾ അതിൽ ഒരെണ്ണം എന്ന് വെച്ചാൽ അവർ പ്രൊഡക്റ്റ് കണ്ടു, ആക്കുന്നു. അപ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. എന്താണ്, വാട്സപ്പ് ബുക്കിംഗ്, വെബ്സൈറ്റ് ബുക്കിംഗ് ഒന്നുമില്ല, നിങ്ങൾ ഇതിൽ നോക്കിയാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. ലോ പ്രൈസ് വിത്ത് നോർമൽ ഡെലിവറി എന്നൊക്കെ പറയുന്നു. അതിനുശേഷം പ്രൊഡക്റ്റ് കൺഫേം ആവുന്നു, ട്രാക്കിംഗ് ഇൻഫോർമേഷൻസ് കൊടുക്കുന്നു. 699 ഷിപ്പിംഗ് ചാർജ് 70, 2% 5 GST 19.23, 2.5 SGST 19.23, ഷിപ്പിംഗ് 70 കേട്ടോ. ബാക്കി 19 എല്ലാം കൂടി 807. അതെന്താണെന്നൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു, കണ്ട സ്ഥിതിക്ക് നോക്കിയതാണ്. അങ്ങനെ പിന്നെ പൈസ 807 അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ സൈഡിലുണ്ട്. പിന്നെ ഒരു ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇതെങ്ങനെയാണ്, ഇഫ് യു വാണ്ട് ടു കംപ്ലൈൻറ്റ് പ്ലീസ് ഡു, വി ഷിപ്പ് അവർ പ്രൊഡക്റ്റ് ഒൺലി അവർ മെൻഷൻഡ് പോളിസി. നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. 90 വർക്കിംഗ് ഡേയ്സ് എന്നാണല്ലോ, അല്ലാതെ ഞങ്ങൾക്ക് തോന്നുമ്പോൾ തരും, അപ്പോൾ നിങ്ങൾ ഇട്ടാൽ മതി എന്ന് നിങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. 7 മാസം കഴിഞ്ഞു. ബുദ്ധിമുട്ടാണെങ്കിൽ റീഫണ്ട് ചെയ്യാലോ. ആ ഡ്രസ്സ് ഇടാനുള്ള താല്പര്യം പോയി. ഒന്നെങ്കിൽ എൻ്റെ എമൗണ്ട് റിട്ടേൺ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ്, ഇല്ലെങ്കിൽ കസ്റ്റമർ കോർട്ട് വഴി മൂവ് ചെയ്യും. പ്ലീസ് ഡു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾ സ്വന്തം പ്രൊഡക്റ്റ് 7 മാസമായിട്ടും കിട്ടാണ്ട് കേസ് കൊടുക്കുമെന്ന് പറയുന്ന സമയം പോയി കൊടുത്തോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ അഹങ്കാരം എന്താണ്, ഏത് ലെവലിലാണ് പോകുന്നത്? ജസ്റ്റ് തിങ്ക് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് പറയാനുള്ള, അതിന് മുമ്പ് നമുക്ക് അനിത മാഡത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അവസാനിപ്പിക്കാം അല്ലേ? അതും കൂടെ കാണുമ്പോഴല്ലേ ഇതങ്ങ് കംപ്ലീറ്റ് ആവും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഓണ്ടർപ്രണർഷിപ്പ് ആയിരിക്കില്ല അവരുടെ ഒരു വേ. അതെങ്ങനെ അവർക്ക് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഇതാണോ എൻ്റെ വഴി, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഒരു സ്ഥലത്ത് നല്ലൊരു എന്താ പറയുക, ഇപ്പോൾ എക്സാമ്പിൾ മൂൺ കോഡസിൽ വന്ന് ഞാൻ വർക്ക് ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഞാൻ തുടങ്ങുന്നതാണോ നല്ലത്? ഇതെങ്ങനെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അതായത് ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡിസൈനറാണ്, എനിക്ക് ഡിസൈൻ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിൻ്റെ മൈൻഡ് സെറ്റ് വേറെയാണ്. ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് ഒരു ഡിസൈനർ ആയിട്ട് ഇരിക്കുമ്പോൾ ചിന്തിക്കുന്ന പോലെയല്ല, ചിന്താഗതിക്ക് ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ പറയാം, ഇപ്പോൾ നമ്മളൊന്ന്
വീണു, അയ്യോ ആരും കണ്ടില്ല, പൊടി തട്ടി എണീറ്റ് പോവാം എന്നുള്ള ഒന്ന് ചിന്തിക്കും. വീണു, അയ്യോ എനിക്ക് വീണൂടെ കിടക്കണ്ടല്ല, എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല, സ്വന്തം ആരെയും നോക്കാണ്ട് എണീറ്റ് പോവാം. വീണു, അവിടെ തന്നെ കിടക്കാം. അയ്യോ ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നും കൈപിടിക്കൂ എന്ന് പറഞ്ഞു. ബിസിനസ് എങ്ങനെ തുടങ്ങാം, ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം എന്ന രീതിയിലൊക്കെ വീഡിയോ കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് എന്നൊരു സാധനം തോന്നി എന്ന് നിങ്ങൾ കരുതണ്ട. ഓക്കെ, ഇത്രയും പഠിപ്പിച്ച അനിത മാഡത്തിനോട് എനിക്ക് പറയാനുള്ളത്, കസ്റ്റമർ ഈസ് ഓൾവേസ് ദ കിങ്. നിങ്ങളവിടെ ഒരു ബിസിനസ് തുടങ്ങി കുറേ ചുരിദാർ ഇട്ടിട്ട് കറങ്ങിയതുകൊണ്ട് കാര്യമല്ല. ആ ചുരിദാർ കണ്ടിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി അത് വാങ്ങണം. അവർ വാങ്ങിയാൽ മാത്രമേ ഈ ബിസിനസ് ഫ്ലറിഷ് ആവും. അവർ ഫോളോ ചെയ്യണം. അപ്പം അവർക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുക, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഒരു റെസ്പെക്റ്റ് കൊടുക്കുക, നന്നായി പെരുമാറാൻ ശ്രമിക്കുക. നിങ്ങൾ ഇനി 1 കൊല്ലോ അല്ലെ 10 കൊല്ലം എടുത്തിട്ടോ നിങ്ങൾ പ്രൊഡക്റ്റ് ഡെലിവറി അത് കാത്തൊക്കെ റെഡി ആയതുകൊണ്ടാണല്ലോ ഇവരെ കയ്യിൽ കയറി ഓർഡർ ചെയ്യുന്നത്. അതവിടെ കിടക്കട്ടെ. എന്നാലും അവരവരുടെ പ്രൊഡക്റ്റിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് നന്നായി പെരുമാറുക. നന്നായി പെരുമാറാൻ അറിയാത്ത കുറച്ച് ആൾക്കാരെയൊക്കെ വീട്ടിലോട്ട് പറഞ്ഞു വിടുക. പെരുമാറാൻ അറിയുന്ന നല്ല നല്ല സ്ത്രീകളെ നിർത്തുക. ഈ മോഡൽസ് അല്ലെങ്കിൽ ഫ്രീക്കുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഈ അത്യാവശ്യം ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റികൾക്കൊക്കെ 2 ദിവസം കൊണ്ട് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്തിട്ട് വഴി റിവ്യൂ ചെയ്യുന്നതിന് പകരം ഈ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന എല്ലാവരെയും ഒരേ തട്ടിൽ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് എല്ലാവർക്കും ഒരുപോലെ ഫാസ്റ്റായിട്ട് പ്രൊഡക്റ്റ് ഡെലിവർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നന്നായി പെരുമാറുക. പിന്നെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാകും. പോസിറ്റീവ് മാത്രം കീപ്പ് ചെയ്ത് നെഗറ്റീവ് ഡിലീറ്റ് ചെയ്യുന്നത് മാറ്റരുത്. നെഗറ്റീവ് അവിടെ വെക്കുക തന്നെ ചെയ്യണം. ഇനി അതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, വാങ്ങുന്ന ആൾക്കാരോട് കുറച്ച് ബഹുമാനം കാണിക്കുക. അങ്ങനെ ബഹുമാനം കാണിക്കാണ്ട് നിങ്ങൾ ഇനി എത്ര തുടങ്ങിയിട്ടും ഇനി എങ്ങനെയൊക്കെ ഫ്ലറിഷ് ആയിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ് ക്ലാസ് അവിടെ കിടക്കട്ടെ, നമുക്ക് MBA പഠിക്കുമ്പോൾ പഠിക്കാം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് വെഞ്ചർ ഒന്നും കൂടെ അടിപൊളിയാക്കാൻ നോക്കും. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമി അൺഫിൽറ്റർഡ്. ബൈ, സി യു, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. ഞാൻ എന്തിനാ നിങ്ങളോട് ഗുഡ് നൈറ്റ് പറഞ്ഞത്? ഞാൻ ഈ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യും. സോ ബൈ.